ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റ് ഇതെല്ലാം നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പാസ്റ്റിലെ എനർജി നോക്കാം, അതിനുശേഷം പ്രസൻറ്റ് സിറ്റുവേഷൻ, പിന്നെ ഫ്യൂച്ചർ സിറ്റുവേഷൻ. പാസ്റ്റിലെ ആ ഒരു എനർജി നോക്കിയാണ് എങ്കിൽ കർമ്മ ക്ലെൻസിങ് വളരെ ഫാസ്റ്റ് ലെവലിൽ നടന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു, അതായത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആരുടെയൊക്കെ കൂടെയാണ് ഇത് സംഭവിച്ചത് അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. അതായത് ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നു, നിങ്ങളുമായിട്ട് ഫിസിക്കൽ ലെവലിലും മെൻ്റൽ ലെവലിലും ഇമോഷണൽ ലെവലിലും ബന്ധം വച്ചു. അതിനുശേഷം ഇപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ഒന്നും തന്നെയില്ല നിങ്ങളുടെ ഇടയിൽ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായി ഇതാണ് നിങ്ങളുടെ കാർമിക് എന്ന്. അതായത് ഒരു നിമിഷം കൊണ്ടാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചത്. അതായത് ഒരു ക്ലാരിറ്റി പോലും നിങ്ങൾക്ക് തരാതെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, പക്ഷെ നിങ്ങൾക്കിപ്പോഴും അവരോട് സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാസ്റ്റിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു കാർമിക് സിറ്റുവേഷനാണ് ഇപ്പോൾ റിലീസായി പോയത് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അതിനെ റിലീസാക്കുക. അല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കരുത് ഒരിക്കലും. അവർ ഇമോഷണലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളുമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് എല്ലാം മറന്നിട്ടാണ് നിങ്ങളെ വിട്ടു പോയത്. പക്ഷേ നിങ്ങളിപ്പോഴും ആ ഓർമ്മയും ആ ഒരു സ്നേഹവും വിചാരിച്ച് വിഷമിക്കുന്നു. ഇവിടെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ വരുമെന്നാണ്. നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കത്തില്ല. ആ ഒരു സ്നേഹം ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളിരിക്കുന്നത്. ഈ നെക്സ്റ്റ് സിറ്റുവേഷൻ പറയുകയാണ് എങ്കിൽ ചില ആൾക്കാരുടെ പാർട്ട്ണർ എപ്പോൾ ജോലി എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങളെ മറന്നു കളഞ്ഞായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ അവരുടെ ലൈഫിൽ അത്രമാത്രം അബണ്ടൻ്റായി. ഒരു ടൈം ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുമായിരുന്നു, നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുമായിരുന്നു, സ്നേഹിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ജോലി എന്നുള്ള ആ ഒരു ഇതിലായിപ്പോയി. നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ ഒരു അവസ്ഥയിലാണ്. പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും ജോലി, പൈസ ഉണ്ടാക്കണം, അങ്ങനെയുള്ള ഇതാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, ഏതോ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഒബ്സ്റ്റിക്കിൾസ് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി വന്നാലും നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ആ ഒരു പൊസസീവ്നെസ് ഉണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊസസീവ്നെസ് ഉണ്ട്. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇടയിൽ വന്നതാണ്. കാരണം കോടതിയിൽ കേസോ എന്തോ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഇവരുടെ ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് കരിയർ സെറ്റിൽഡ് ഇട്ടില്ല, അതായത് കരിയറിൽ ഇവർ സ്റ്റേബിൾ ആയിട്ടില്ല. അപ്പോൾ കരിയറിൽ സ്റ്റേബിൾ ആവാത്ത ഇവർ നിങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഒരു സൈഡ് കരിയർ, ഒരു സൈഡ് നിങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നം ചില ആൾക്കാർക്ക്. ഇവിടെ കരിയർ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഇവർ കരിയറാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഇവർ വിഡ്രോ ചെയ്തേക്കാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടി. തേർഡ് പാർട്ടിയെ പേടിച്ച് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇപ്പോൾ മാറ്റി വെച്ചേക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം പ്രസൻറ്റും ഫ്യൂച്ചറും കണ്ടാൽ മതി നിങ്ങൾ. ഇനി പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കാം നമുക്ക്. പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണ് എങ്കിൽ ഇവിടെ ഹാർട്ട് ബ്രേക്കാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹൃദയം തകർത്ത് കളഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തോ സംഭവിച്ചു, അത് കാരണം നിങ്ങളിപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. എന്തോ ഒരു വിഷമം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾ നേരിട്ടു. ഇവിടെ ഏതോ ഒരു മെച്യൂർ ലേഡി നിങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു മെച്യൂർ ലേഡി ചിലപ്പോൾ ഇവരുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ ആയിരിക്കാം. ചില ആൾക്കാരുടെ ലൈഫിൽ മെച്യൂർ മേനും സൃഷ്ടിക്കുന്നു പ്രശ്നം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ആയിട്ട് മെച്യൂറായിട്ടുള്ള ഒരു മെന്നിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇനി ചില ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു എനിക്ക് നിന്നെ മാരേജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞു. ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ മാരേജ് ചെയ്യുന്ന കാര്യം വന്നപ്പോൾ ഇവർ പറയുന്നത് അച്ഛനും അമ്മയുടെയും സമ്മതത്തോടെ മാത്രമേ എനിക്ക് നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്.
ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് വിഷമിക്കും. കാരണം എൻ്റെ പേഴ്സൺ എന്നെ വിട്ട് കളയുമോ, വീട്ടുകാർ ഇഷ്ടമില്ല എങ്കിൽ എന്നെ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിഷമം തോന്നും. ഇവിടെ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് കാരണം ഇവർ ട്രാപ്പ്ഡ് ഫീൽ ആയിട്ട് ഇവർക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ പ്രഷർ ചെയ്യുന്നുണ്ടാകാം ഫാമിലി നിങ്ങളെ മാരേജ് ചെയ്യേണ്ടെന്ന്. അതായിരിക്കാം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത് ഇവർ. പക്ഷേ നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളോട് ഇപ്പോഴും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒന്ന് ആഗ്രഹിച്ചാൽ ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യാം. ഇവിടെ ഇവർക്ക് സൊസൈറ്റി അങ്ങനെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല. ഇവരുടെ കുടുംബം മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് അച്ഛനും അമ്മയുടെയും സമ്മതം അതൊന്ന് കിട്ടിയാൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളെ മാരേജ് ചെയ്യും. ഇവിടെ ഇവർ ഉറപ്പായിട്ടും നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം ഇവർക്ക്. പക്ഷേ ഫാമിലിയുടെ ആ ഒരു സമ്മതവും വേണം. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ പാസ്റ്റിൽ നിങ്ങളോട് കുറച്ച് അകലം സൃഷ്ടിച്ചു. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ അവസ്ഥ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. ചിലപ്പോൾ ഇവരുടെ ആ ഒരു പ്രോബ്ലം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷമവും ടെൻഷനും ആവും. ഇനി എൻ്റെ പേഴ്സൺ എന്നെ വിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോകുകയാണോ വീട്ടുകാർ പറഞ്ഞിട്ട് എന്ന് ടെൻഷനാവും നിങ്ങൾക്ക്. പക്ഷെ എന്തായാലും എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ആ ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, പേടിക്കേണ്ട, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇനി ഫ്യൂച്ചർ നോക്കാം നമുക്ക്. ഫ്യൂച്ചർ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ എന്ത് സിറ്റുവേഷനിലാണോ ആക്ഷൻ എടുക്കാതെ പേടിച്ച് സ്റ്റക്കായിട്ടിരുന്നത്, ആ സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ പേടിച്ച് മാറി നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ പേടി കൂടാതെ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു കണക്ഷന് വേണ്ടിയും ഇവർ സ്റ്റാൻഡ് എടുക്കുന്നതാണ്. ഇതിനു വേണ്ടി മദർ ഗായയുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട്. ഞാൻ മദർ ഗായ എന്ന് ഉദ്ദേശിച്ച യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി നിങ്ങൾ ഈ ഒരു ടൈം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സണെ യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കംപ്ലീഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ വിസ്ഡം, അവരുടെ നോളജ് യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ നേർക്ക് ഇവർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 8 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് 8 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ മുന്നിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സിന് ചൂസ് ചെയ്യണമോ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഇവരെ കൊണ്ടെത്തിക്കും ഡിവൈൻ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യും, മറ്റേ സിറ്റുവേഷൻ സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടൈം പീരീഡിൽ ഇവർ എത്തിക്കും. ഇവർ ആരെയാണോ സ്നേഹിക്കുന്നത്, ആരുമായിട്ടാണ് സോൾ കണക്ഷൻ ഉള്ളത്, അവരെയാണ് ഇവർ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പവർഫുൾ ഷിഫ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ എത്തും. ഇവരുടെ ആഗ്രഹം എന്താണോ അതിനെ പൂർത്തീകരിക്കാൻ ഇവർ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഫേവറിലാണ് എനർജി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.